ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങൾ തൗബ ചെയ്യണേ. പാപങ്ങളെല്ലാം പുറത്തു കിട്ടണമെന്ന അങ്ങേയറ്റത്തെ താല്പര്യത്താൽ നിന്റെ ജീവിതത്തെ നീ ശുദ്ധമാക്കണേ. ഇല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വമൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്. റമദാന് വന്നെത്തിയിട്ടും ഒരാൾ അള്ളാഹുവിന്റെ ആ ഒരു വിശുദ്ധമായ സന്ദർഭം കിട്ടിയിട്ടും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയവൻ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഖുലൂ ആമീൻ, ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. നബി തങ്ങൾ ആമീൻ പറഞ്ഞുവല്ലോ. നമ്മൾ ആ കൂട്ടത്തിലേക്ക് മാറുമോ എന്ന ഭയം വേണം. ഇനിയും തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ, നന്നാകാൻ ഇനിയും നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമല്ലം യതുബ്, ആരെങ്കിലും തൗബ ചെയ്യുന്നില്ലെങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമകാരികളാണ്. ഇത്രയും വമ്പിച്ച അവസരം കൊടുത്തിട്ട് 83 കൊല്ലത്തെ അധ്വാനത്തിന്റെ വില കൊടുക്കുന്ന ഒരു പകലും രാവും അടങ്ങുന്ന വിവിഷ്ടങ്ങളായ ദിവസങ്ങൾ കൊടുത്തിട്ട് ഒരു നിലക്കും അതിന് ശ്രമിക്കാത്തവൻ ളാലിമീങ്ങളാണ്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇമാം നാസിറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫന്നാസു ഖിസ്മാനി, 2 തരത്തിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാവുക. ളാലിമുൽ ലിനഫ്സിഹി ഗൈറ തായിബിൻ, അയാൾ സ്വന്തത്തിനോട് ഒരുപാട് പാപം ചെയ്യുന്നവനാണ്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, സ്വഭാവത്തിൽ ചില രഹസ്യമായ തിന്മകളുണ്ട്, സംസാരത്തിൽ ചില മോശം പരാമർശങ്ങളുണ്ട്, അയാളുടെ കുടുംബത്തിലുമായി അസ്വാരസ്യങ്ങളുണ്ട്, അയാൾ കൂട്ടുകാരുമായി മോശപ്പെട്ട ചിന്താഗതികളുമായി കൂട്ടുകൂടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും ഗൈറ തായിബിൻ, ഒരു തൗബയും ചെയ്യാതെ നടക്കുന്നവരുണ്ട്. രണ്ടാമത്തെ വിഭാഗം വതായിബുൻ മുഫ്ലിഹുൻ, ചെയ്യും എന്ന തെറ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മടക്കമുണ്ട്, പശ്ചാത്താപമുണ്ട്, ഖേദമുണ്ട്, അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു വിഭാഗവുമുണ്ട്. വലാ സുമ്മ ഖസമുൻ സാലിസുൻ ഗൈറഹുമാ, ഇതല്ലാത്ത മൂന്നാമത്തെ വിഭാഗം ഉണ്ടാകാൻ സാധ്യതയില്ല. സഹോദരങ്ങളെ, നമ്മുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ തൗബത്തുൻ നസൂഹ്, ആത്മാർത്ഥമായ ഏറ്റവും നല്ല നിഷ്കളങ്കമായ പശ്ചാത്താപം നമുക്കുണ്ടായിട്ടുണ്ടോ? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ആരായിരുന്നു? ഇസ്ലാമിന്റെ ഖലീഫമാരുടെ കൂട്ടത്തിലെ നീതിമാനായ ഭരണാധികാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എപ്പോഴും ഇടതുഭാഗത്തായി സീറ്റ് ഉറപ്പിക്കുന്ന നബിന്റെ അടുത്ത 2 സഹോദരന്മാരിൽ, സുഹൃത്തുക്കളിൽ ഒരാൾ ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, അത്തൗബത്തുൻ നസൂഹ്, നിഷ്കളങ്കമായി തൗബ എന്ന് പറഞ്ഞാൽ അയ്യതൂബ മിനദ്ദംബി, അയാൾ പശ്ചാത്തപിച്ച് തെറ്റുന്നെല്ലാം മടങ്ങിപ്പോന്നു. തെറ്റിനുള്ള സാഹചര്യങ്ങൾ, അയാളുടെ പഴയ ചങ്ങാതിമാരായിട്ട് തന്നെയാണ് അയാൾ ഇപ്പോഴും കണക്ഷനെങ്കിൽ അയാൾക്ക് മടങ്ങാൻ കഴിയില്ല. അയാൾ പണ്ട് എന്ത് കാര്യം കൊണ്ടാണോ തെറ്റ് ചെയ്തത്, ആ തെറ്റിന്റെ അതേ സാഹചര്യം ഇപ്പോഴുണ്ടോ, അയാൾ മടങ്ങൂല. തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മടങ്ങി പശ്ചാത്തപിച്ചു വരിക എന്നതാണ് തൗബ. സുമ്മ ലാ യഊദ ഇലൈ, പിന്നെ ഒരിക്കലും അതിലേക്ക് മടക്കമില്ലാതിരിക്കലാവണം. റമദാൻ അങ്ങോട്ട് കഴിയട്ടെ, ചങ്ങല അങ്ങോട്ട് പൊട്ടിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് തൗബല്ല. 30 ദിവസം 29 ദിവസം കഠിനമായ വ്രതത്തിന്റെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച മനുഷ്യൻ ഒരൊറ്റ ടൂറ് കൊണ്ട് കുടിക്കാനുള്ളതെല്ലാം കുടിച്ച്, ആസ്വദിക്കാനുള്ളതെല്ലാം ആഘോഷിച്ച്, നുരപൊങ്ങുന്ന ലഹരിയുടെ വിവിധങ്ങൾ സമീപിച്ച്, വേശ്യാലയങ്ങളുടെ കേന്ദ്രങ്ങൾ തേടി സുഖത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞവൻ, അവൻ ചെയ്ത മുഴുവൻ പാപങ്ങൾക്കപ്പുറത്ത് മറുപാപങ്ങൾ അവൻ സൃഷ്ടിക്കുകയാണ്. മടക്കമില്ല. മടങ്ങാത്തവന് തൗബയില്ല. എങ്ങനെ മടങ്ങണം? മൃഗങ്ങളുടെ അകിട്ടിൽ നിന്ന് പാല് കറന്നതിന് ശേഷം അതേ പാല് അതിന്റെ അകിട്ടിലേക്ക് കറന്ന് കയറ്റാൻ കഴിയാത്ത പോലെ നമ്മൾ ഇനി ഒരിക്കലും ഈ പാപങ്ങളിലേക്ക് മടങ്ങാതെ തൗബ ചെയ്യണം. ആ മാറ്റമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മഹാരഥന്മാരായ ഉലമാക്കന്മാരോട് ചോദിക്കുന്നുണ്ട്, മുമ്പ് കാലത്തുള്ള സലഫുകളോട്, സഹാബത്തിനോട്, താബീങ്ങളോട് ചോദിക്കുന്നുണ്ട്, ചില മനുഷ്യരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, അവര് റമദാൻ വന്നാൽ സജീവമാണ്, പള്ളിയിലുണ്ട്, ഇഫ്താറിനുണ്ട്, ഇത്തികാഫിനുണ്ട്, ഖിയാമുൽ ലൈലിനുണ്ട്, ഏതേത് പുണ്യങ്ങളിലും അവർ സജീവരാണ്, റമദാനിൽ അവരുണ്ട്. റമദാൻ കഴിഞ്ഞാൽ
പിന്നെ അവർ എല്ലാം ഉപേക്ഷിച്ചു. പിന്നെ തറാവീഹില്ല, പക്ഷെ ഖിയാമുൽ ലൈൽ ഉണ്ടല്ലോ, അത് നിർത്തിവെച്ചു. ജമാഅത്ത് നമസ്കാരം, പിന്നെയും ബാങ്ക് കൊടുക്കുന്നു, ജമാഅത്ത് ഉണ്ടല്ലോ, അതിനും വല്ലാതെ ശ്രദ്ധയുണ്ടാകില്ല. ഇനിയും ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, പക്ഷെ ഇനി അവൻ അത് തൊട്ടു നോക്കില്ല. എത്രയോ ദീനിന്റെ മജ്ലിസുകൾ ഉണ്ടായി നന്നായി വന്ന ആളാണ്, ഇനി അതിൽ കാണൂല. എത്ര ആരൊക്കെ വന്ന് ചോദിച്ചാലും സദഖ ചെയ്തവനാണ്, പക്ഷെ റമദാൻ കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ നിർത്തിവെക്കുന്ന ആളുകളുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഫഖാല, നമ്മുടെ മുൻഗാമികളായ സലഫുകൾ പറയാണ്, ബിഅസൽ ഖൗം, ഇതെന്തൊരു മോശം ജനങ്ങളാണ്. ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ, റമദാനിലല്ലാതെ അവർ അല്ലാഹനെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതേ അല്ലാഹ് റമദാൻ കഴിഞ്ഞുണ്ട്. ഇതേ പുണ്യങ്ങൾ നമുക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പടച്ച റബ്ബിന്റെ മഹത്തരമായ ഫദ്ല് പിന്നെയുമുണ്ട്. അതെന്താ അംഗീകരിക്കാത്തവരാണോ ജനങ്ങൾ? അതുകൊണ്ട് ഈ വിശുദ്ധ നാളുകളെ ധന്യമാക്കിയതുപോലെ അടുത്ത 11 മാസം ഒരു നോമ്പുകാരനെ പോലെ നമ്മുടെ സംസാരത്തിലും സ്വഭാവത്തിലും ഒക്കെ ജീവിച്ചാൽ നാളെ പരലോകത്ത് എന്നും നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം. അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ള പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ദുനിയാവിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നാളെ പരലോകത്ത് അള്ള നമ്മൾ പറയുന്ന സുഖങ്ങളെല്ലാം നമുക്ക് തരും. ലഹുമ്മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്ക് അവൻ ഉദ്ദേശിച്ചതെല്ലാം കൊടുക്കും, അതിനപ്പുറവും നാം കൊടുക്കുന്ന ലോകം കാത്തിരിക്കുന്നുണ്ട്. ആകയാൽ ഈ വിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങൾ അവസാനിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പോലെ നമ്മളൊന്ന് തന്നെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹൗരി ബഅദൽ ഖൗർ. അല്ലാഹുവേ, ഞാനിതാ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എന്ത്? മിനൽ ഹൗരി ബഅദൽ ഖൗർ, ഹൗറിൽ നിന്ന് ബഅദൽ ഖൗർ, ഖൗറിൽ ശേഷം ഒരുപാട് നന്മകൾ ചെയ്തതിന് ശേഷം അതെല്ലാം നിർത്തി തിന്മയിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് ഞാനിതാ കാവല് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, സൂക്ഷിക്കേണ്ട വാക്കാണത്. എല്ലാ ഒട്ടനേകം നന്മകൾ അധികരിച്ചു കൊണ്ടുവന്ന് മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും താഴെ സ്റ്റെപ്പിലേക്ക് മാറിപ്പോകുന്നത് കാവല് ചോദിച്ച് സുരക്ഷ ഒരുക്കേണ്ട മേഖലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാധനകൾ, ഇബാദത്തുകൾ കേവലം ഈ ഒരു മാസത്തിന്റെ അവസാനം ഒരു പെരുന്നാളോടുകൂടെ സ്റ്റോപ്പാക്കി വെക്കില്ലെന്ന് മാത്രമല്ല, മുഅ്മിനാണെങ്കിൽ അവന്റെ മരണം വരെ ഈ നന്മകൾക്ക് ആയുസ് ഉണ്ടാകണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. എത്ര വരെ? ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ, യഖീനായ ഉറപ്പുള്ള മരണം വരുന്നത് വരെ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്, മരണമല്ലാതെ മുഅ്മിനിന് ആരാധനകൾ നിർത്തിവെക്കാൻ അവധി നിശ്ചയിച്ചിട്ടില്ല. മരിക്കുന്നവരെ അവന് ഇബാദത്ത് വേണം. ബോധമുണ്ടോ? ഓർമ്മണ്ടോ? ഭക്ഷണം ഇറങ്ങുന്നുണ്ടോ? വെള്ളം ഇറങ്ങുന്നുണ്ടോ? അവൻ ഇബാദത്തുള്ളവനായി മാറണം. 27-ാം രാവ് കഴിഞ്ഞു, ശരിയാണ്. 29-ാം രാവ് ബാക്കിയുണ്ട്. രാവും പകലുകൾ ഇനിയുമുണ്ട്. നമ്മുടെ അവസാനം എങ്ങനെയുണ്ടെന്നാ നോക്കുക. തുടക്കത്തിൽ ആവേശമൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നമ്മൾ അവസാനത്തിൽ എത്ര സജ്ജരാണ് എന്നാ നോക്കുക. നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾ പതുക്കെ കൂടൊഴിഞ്ഞു തുടങ്ങി. ശ്രദ്ധിച്ചോളൂ, അവസാനം വരെ, മാസപ്പിറവി ദൃശ്യമാകുന്നത് വരെ, പെരുന്നാൾ ആകുന്നത് വരെ നമ്മളെ അവസാന കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ്, ഹവാത്തീമുകൾ പരിശോധിക്കപ്പെടുകയാണ്. റമദാനിൽ നമ്മൾ ഇന്ന് ഹയാത്തിലുണ്ട് എന്ന ഓർമ്മ വേണം. കൂടെയുണ്ടായിരുന്ന പലരും കഴിഞ്ഞ റമദാനിൽ നമ്മുടെ പള്ളിയിൽ ഇതുപോലെ ഇരുന്നവർ, കഴിഞ്ഞ പെരുന്നാളിന് കെട്ടിപ്പിടിച്ച് നല്ല ചുംബനങ്ങൾ കൊടുത്ത മനുഷ്യർ, പ്രിയപ്പെട്ട ബന്ധുക്കൾ ഇന്ന് ആറടി മണ്ണിലാണ്. മാതാപിതാക്കളുണ്ട്, ഈ നാട്ടിലെ കച്ചവടക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, പ്രാസ്ഥാനിക ബന്ധുക്കൾ എത്ര പേര് നമ്മൾ കബറടക്കിയിട്ടുണ്ട്. അവർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആറടി മണ്ണിലേക്ക് അവരെ കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി വെച്ചവരാണ് നമ്മൾ. അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യ, നീയും ഒരു നാൾ സമയമെത്തിയാൽ മരിക്കും. രോഗം ആവശ്യമില്ല, ആക്സിഡന്റ് ആവശ്യമില്ല, ക്യാൻസർ ആവശ്യമില്ല, സമയമായാൽ മരിക്കും. മരിച്ചാൽ നിന്നെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. ആരാണ് നീ? നല്ല വിലപിടിപ്പുള്ള, ഏറ്റവും ബ്രാൻഡഡായ നല്ല നല്ല വസ്ത്രങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിൽ ഓടി നടന്നവരായിരുന്നു. ഷോപ്പുകളിൽ നിന്ന് ഷോപ്പുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തേ? മൊഞ്ചുള്ള ഡ്രസ്സുകൾ വേണമായിരുന്നു.
വേണമായിരുന്നു, നല്ല വില പിടിപ്പുള്ളത് വേണമായിരുന്നു. അതേ മനുഷ്യനൊന്ന് മരിച്ചപ്പോ അവന് വെറും വില കുറഞ്ഞ മോഡലുകളില്ലാത്ത കഫൻ പുടവയിലേക്ക് അവനെ മാറ്റുകയാണ്. അത് കഴിഞ്ഞാൽ അവനെ മയ്യത്ത് കട്ടിലിലേക്ക് ചുമക്കപ്പെടുകയാണ്. എത്ര നല്ല വാഹനം അയാളുടെ വീട്ടിലുണ്ട്, നല്ല നിലവാരമുള്ള കാറുകൾ അയാളുടെ കയ്യിലുണ്ട്, അയാളൊന്ന് വിരലനക്കിയാൽ കിട്ടാവുന്ന വാഹനങ്ങൾ മാർക്കറ്റിലുണ്ട്. എന്നാൽ മരിച്ചാൽ ആ മയ്യത്ത് കട്ടിലിലേക്ക് ചുമന്ന് കൊണ്ടുപോകുന്ന ഒരു നാൾ വരാനുണ്ട്. നല്ല സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട വീടുകൾ മണിമാളികയിൽ കിടന്നുറങ്ങിയ മനുഷ്യനാണ്. മരിച്ചപ്പോ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക്, ചളിമണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ദിവസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ചറബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സംഭവിക്കും, സംശയമില്ല. ഹക്കായി മരണത്തിന്റെ വെപ്രാളം വേദനയും വരുന്നതാണ്. എവിടെ കൂടിയാലും അത് നടക്കും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വൃദ്ധന്മാരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, ഈ ചിന്തയിൽ നിന്ന് നമുക്കൊരിക്കലും പിറകോട്ട് പോകാൻ കഴിയുന്നില്ല. എത്രയെത്ര ജനാസകൾ കുളിപ്പിച്ചു കഫൻ ചെയ്ത് നമ്മൾ ഇറക്കി വെച്ചുവെങ്കിൽ നാളെ ആ സ്ഥാനത്ത് കിടക്കേണ്ടവരാണ് നമ്മളെന്ന ബോധമാണ് ഈ റമദാൻ കഴിഞ്ഞാലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നല്ല ഒരു മനുഷ്യനായി തൗബ ചെയ്ത് നന്നായി ഈമാനോടെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്തുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ്, നിഷേധിക്കാൻ കഴിയൂല. ഹദീസിലാ വന്നിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ, സത്യസന്ധമായ ജീവിതം കാഴ്ചവെച്ച് പറയാൻ കഴിഞ്ഞാൽ, അവിടുന്ന് ആകാശലോകത്തുനിന്നൊരു മലക്ക് വിളിച്ചു പറയും, അൻസദഖ അബ്ദീ, എന്റെ അടിമ ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയെല്ലാം സത്യമാണ്, അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. നാട്ടിലെ ഖബർസ്ഥാനിൽ അയാൾ കിടക്കുന്നത് നോക്കണ്ട. ആ മനുഷ്യനെ കുറിച്ച് അള്ളാന്റെ സ്ഥാനം പറയാണ്. സ്വർഗത്തിൽ ഒരു വിരിപ്പ് കൊണ്ടുവന്ന് അയാളുടെ ഖബറിൽ വിരിച്ചു കൊടുക്കാൻ ഓർഡർ ഇടുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ, അയാളിലേക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുക. അയാൾ ആസ്വദിക്കട്ടെ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ പരിമളം അയാളിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. ഖബറിനകത്ത് സ്വർഗത്തിലെ വസ്ത്രം കൊണ്ടുവന്നയാളെ ധരിപ്പിക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ട് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ചാകണം ആ പറയുന്നത്. ഞാനാകണം ആ ഖബറിൽ നിന്ന് നമുക്ക് ചിന്ത വേണം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ എല്ലാം വിട്ടുപിരിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ആ മുന്നിൽ നിന്ന് നമ്മുടെ ജനാസ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ആർക്കും ആരെയും പിടിച്ചു നിർത്താൻ കഴിയാത്ത ആ നാളിൽ നമ്മളൊരു നല്ല മരണത്തിനായി കൊണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഒരു നല്ലൊരു മരണം നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ യാത്ര മനോഹരമായ യാത്രയാക്കി മാറ്റേണ്ടതുണ്ട്. ആ ഖബറിനകത്തങ്ങ് കഴിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ ആ മരണം അങ്ങ് സംഭവിച്ചങ്ങ് കൊണ്ടുപോകുമ്പോ, റബ്ബി ലൗലാ ഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഇതാരാ? സമയം നഷ്ടപ്പെടുത്തിയവർ, ആയുസ്സിനെ വില കൊടുക്കാത്തവർ, ഉപദേശങ്ങൾ വില കൊടുക്കാത്തവർ. റബ്ബേ, ഒരല്പസമയം ഒന്ന് നീട്ടിത്തരൂ, ഞങ്ങൾ നന്നാകാൻ തയ്യാറാണ്. ചാൻസ് ഇല്ല, ഒരു സെക്കൻഡ് സമയം തരൂല. വിലപിക്കും, അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. അവൻ പറയും, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരൂ പടച്ചോനെ, ലഅല്ലി അഅമലു സാലിഹൻ ഫിമാ തറക്തു, വിട്ടുപോയ എല്ലാ നന്മകളും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അല്ലാഹ് തയ്യാറല്ല, വിടാൻ ഒരുക്കമല്ല, പിടിക്കപ്പെടുകയാണ്. പരലോകത്ത് വന്നാലും ഈ പാപികളായ ദോഷികളായ മനുഷ്യർ വിലപിക്കും. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ദുനിയാവിൽ കിട്ടിയ സമയത്ത് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാമായിരുന്നു എന്നവൻ വിലപിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് അവനെ കാത്തിരിക്കുന്നത് അദാബാണ്. അള്ളാഹുവിന്റെ അദാബോളം വലുതൊന്നവനെ കാത്തിരിക്കുന്നില്ല. അവൻ വിലപിച്ചു പറയുന്ന രംഗം വരാനുണ്ട്. അതുകൊണ്ട് പാപങ്ങളെ സൂക്ഷിച്ചോളൂ. പ്രത്യേകിച്ചും ഇജ്തനിബൂ കബായിർ, 7 മഹാപാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ. ഇൻതജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് നിരോധിച്ച മഹാപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നുകഫിറു അൻഹും സയ്യിആതിഹിം, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹ് പുറത്തു തരും. മഹാപാപങ്ങൾ സംഭവിക്കരുത്, ശിർക്ക് സംഭവിക്കരുത്. എല്ലാവരുടെയും ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുന്നതൊന്നും സംഭവിക്കരുത്. സിഹർ, മാരണം, ജോത്സ്യം, അത്തരത്തിലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സിഹറിനെ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. 7 മഹാപാപങ്ങളിൽ സിഹറുണ്ട്. ഖത്ലുൻ നഫ്സ്, കൊലപാതകം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകവും ആത്മഹത്യയും ഒരേ പട്ടികയിലേക്ക് ചേർത്ത് വെക്കണം. അതും മഹാകുറ്റകരമായി അവിടെ നിന്ന് രേഖപ്പെടുത്തുകയാണ്. റിബാ, പലിശ തിന്നുന്ന സമ്പ്രദായം, പലിശയുമായി ബന്ധപ്പെട്ടത് 7 മഹാപാപങ്ങളിലുണ്ട്. അഖിലു മാലുൽ യതീം, അനാഥകളുടെ സ്വത്ത്
അന്യായമായി തിന്നുന്നത് മഹാപാപമായി എണ്ണിയിട്ടുണ്ട്. ഈ നിലക്ക് പാപങ്ങളായ മറ്റു പലതും അടക്കം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ചെറുതായാലും വലുതായാലും നമുക്ക് അതിനോട് അനുകൂലമായ സമീപനം ഉണ്ടാവരുത്. പാപം ചെയ്ത് ജീവിച്ച മനുഷ്യൻ പരലോകത്ത് വന്ന രംഗം കാണാൻ ഖുർആൻ വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, കൈ ഇങ്ങനെ വിരലിട്ടിട്ട് കടിച്ചിട്ട് അല്ലേ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവനിങ്ങനെ വിലപിച്ചിട്ട് പറയും യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, റസൂലുള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എല്ലാ സുന്നത്തും പറഞ്ഞു കൊടുത്ത്, നബിതങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനൊക്കെ പറഞ്ഞു കൊടുത്ത്, പക്ഷെ അവൻ ആ മാർഗം സ്വീകരിച്ചില്ല. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ചങ്ങാതിയെ എന്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ചങ്ങാതിക്കും വേണ്ടി ഹറാമ് ചെയ്തവർ, സുഹൃത്തിനും വേണ്ടി വേണ്ടാത്തരങ്ങൾക്ക് കുട പിടിച്ചവർ, തൻ്റെ സുഹൃത്തിൻ്റെ തെറ്റുകളെ തിരുത്താതെ ഉപദേശിക്കാതെ പോയവർ. ഈ ആയത്ത് നോക്കൂ, ഞാൻ ആ ചങ്ങാതിനെ എൻ്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടിരുന്നു. ഇന്ന് സംഭവങ്ങൾ എന്ത് നമുക്ക് ചേർത്ത് വെക്കാം. ഒട്ടനേകം വിഷയങ്ങൾ സൗഹൃദങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സൂറത്ത് ഫുർഖാനിലെ 28-ാമത്തെ ആയത്തിനെ വിശദീകരിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ഈ വാക്കുകൾ ലം അത്തഖിദ് ഫുലാനൻ അല്ലദീ അദല്ലനി ഫിദ്ദുനിയാ, എന്നെ ദുനിയാവിൽ പിഴപ്പിച്ച ആ ചങ്ങാതിനെ ഞാൻ അനുസരിക്കേണ്ടിയിരുന്നില്ല. സ്വദീഖൻ വ ഖലീലൻ ലി, എൻ്റെ സുഹൃത്തായിട്ട് അവനെ സ്വീകരിക്കേണ്ടിയിരുന്നില്ല. നാശത്തിൽ ഞാൻ പെട്ടുപോയല്ലോ. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയാ, ഇന്നക അൻ തൻഖുലൽ ഹിജാറ മഅൽ അബ്റാർ, പുണ്യവാന്മാരായ നല്ല മനുഷ്യന്മാരുടെ കൂടെ ഭാരമേറിയ കല്ലുകൾ തള്ളി നീക്കുന്നതാണ് ഖൈറുൻ ലക മിൻ നഖിലിൽ ഹൽവാ മഅൽ ഫുജ്ജാർ, തോന്നിവാസികളായ ഫുജ്ജാരിങ്ങളുടെ കൂടെ ഹൽവ തിന്ന് നടക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ചങ്ങാതി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. പരലോകത്ത് ചങ്ങായിമാരുണ്ടാവില്ല സഹായിക്കാൻ. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി അടിപിടിക്കാൻ പോകുന്നുണ്ടവർ, അവർക്ക് വേണ്ടി ലഹരി എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ആയത്തുകൾ ഗൗരവത്തോടെ കണ്ടു. പരലോകത്ത് 2 തരത്തിൽ സ്വീകരിക്കപ്പെടും. മനുഷ്യന്മാരിങ്ങനെ വരുമ്പോ 2 നിലക്ക് സ്വീകരിക്കപ്പെടും. ഇതിലൊരു വിഭാഗമുണ്ട്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ, പാപികളെ, ധിക്കാരികളെ, മാറി നിൽക്ക്, നിങ്ങൾ എന്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്, ഇവിടേക്ക് വന്നു പോകരുത്, നിങ്ങളൊന്നും ചോദിക്കരുത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അള്ളയാണ് പറഞ്ഞത്, മാറി നിൽക്ക്, ഒഴിഞ്ഞു നിൽക്ക്. കുറ്റവാളികളെ എന്ന് വിളിച്ച വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ, മുജ്രിമീങ്ങൾ പാപികളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസ്ഉർ, നരകാവകാശികളായ മുജ്രിമീങ്ങൾ അങ്ങേയറ്റത്തെ തീജ്വാലകളിലാണ് അവർ കടന്ന് വെന്തെരിയുന്നത്. ആ സ്വീകരണം ഉണ്ടാകും.